അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും ഒഴിവാക്കി സഞ്ജു സാംസനെ കളിപ്പിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പരിഹാസത്തോടെ മറുപടി നൽകിയ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് ഈഡൻ ഗാർഡൻസിൽ തലയിലെ തൊപ്പിയൂരി സഞ്ജുവിനെ സ്വീകരിക്കേണ്ടി വന്നു. എന്തിനാണ് സഞ്ജുവിനെ ഓപ്പണറാക്കി ക്രീസിലെത്തിക്കണമെന്ന് വാശി പിടിക്കുന്നത്? അഭിഷേകിനൊപ്പം ഇഷാൻ അല്ല സഞ്ജു തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഇത്തവണ മറുപടി നൽകിയത് സഞ്ജു തന്നെയാണ്. ഈഡൻ ഗാർഡൻസിൽ നെഞ്ചിടിച്ചിരുന്നവരുടെ മുന്നിലേക്ക് റൊമാരിയോ ഷെപ്പേഡിനെ മിഡോണിൽ 4-ന് പതിച്ച് ഇന്ത്യക്ക് സെമി ഫൈനൽ ടിക്കറ്റ് എടുത്ത് നൽകിയത് ഏറെ പരിഹാസം കേട്ട സഞ്ജുവാണ്. ഇൻസൾട്ടാണ് മുരളി, ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന സിനിമ ഡയലോഗിനെ അനർത്ഥമാക്കുന്ന ഇന്നിങ്സ്. റൊമാരിയോ ഷെപ്പേഡ് എറിഞ്ഞ 20-ാം ഓവറിലെ ആദ്യ പന്തിൽ സഞ്ജു 6 നേടുമ്പോൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് ക്യാമറ കണ്ണുകൾ നീണ്ടു. സഞ്ജുവിനായി ഓപ്പണിംഗ് പൊസിഷനിൽ നിന്ന് മാറി 3-ാം സ്ഥാനത്തേക്ക് മാറിക്കൊടുത്ത ഇഷാൻ കിഷനും ടോപ്പ് ഓർഡറിൽ നിന്ന് മധ്യനിരയിലേക്ക് ഇറങ്ങിയ തിലക് വർമ്മയും അവിടെ കാണാമായിരുന്നു. അവസാന ഓവറിലും സഞ്ജു ശാന്തനായിരുന്നുവെങ്കിൽ ഡ്രസ്സിംഗ് റൂം അങ്ങനെ ആയിരുന്നില്ല. ഇഷാനും തിലകും പാണ്ഡ്യയും സൂര്യയും ആവേശ കൊടുമുടിയിലായിരുന്നു. ഒടുവിൽ ഇന്ത്യക്ക് ജയം നേടിക്കൊടുത്തു സഞ്ജു. 50 കടന്ന് ബാറ്റ് ഉയർത്തുമ്പോൾ ഇന്ത്യ ജയത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ആർക്കും വലിയ ഉറപ്പില്ലായിരുന്നു. എന്നാൽ പരിശീലകൻ ഗൗതം ഗംഭീറിനെ ആ ഘട്ടത്തിൽ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു. സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൈയടിക്കുന്നുണ്ടായിരുന്നു ഗംഭീർ. സഞ്ജു ക്രീസിൽ നിന്നാൽ ജയം ഉറപ്പാണെന്ന് ഗംഭീറിന്റെ ശരീരഭാഷ വ്യക്തമാക്കി തന്നിരുന്നു. സിംബാബ്വെക്കെതിരെയും പിന്നാലെ വെസ്റ്റ് ഇൻഡീസിനെതിരെയും സഞ്ജുവിനെ കളിപ്പിക്കുന്ന ഗംഭീറിന്റെ തീരുമാനം ഒരു ചരിത്രമാകുകയാണ്. സഞ്ജു ടീമിലില്ലാത്ത അവസ്ഥയായിരുന്നെങ്കിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തകർന്നടിഞ്ഞ അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തുമായിരുന്നു. 2016-ലെ T20 ലോകകപ്പിൽ ഇന്ത്യ ഉയർത്തിയ 192 റൺസ് പിന്തുടർന്ന് വിജയിച്ച ചരിത്രം വെസ്റ്റ് ഇൻഡീസിനുണ്ട്. ഈ വിൻഡീസ് കരുത്തിന്റെ പാരമ്പര്യത്തെയാണ് ഒരു മലയാളി കൊൽക്കത്തയിൽ മലർത്തിയടിച്ചത്. 2026 T20 ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസിന്റെ കയ്യിൽ നിന്ന് ഇന്ത്യക്ക് സെമി ടിക്കറ്റ് വാങ്ങി നൽകി സഞ്ജു ഗ്രൗണ്ട് വിടുമ്പോൾ ഒരു ക്ലാസ് ഇന്നിങ്സ് ആണ് പിറന്നത്. 1-ാം ഓവറിൽ ക്രീസിലെത്തുക, വെടിക്കെട്ട് ബാറ്ററായ അഭിഷേകിനെയും ഇഷാനെയും നഷ്ടപ്പെട്ട ശേഷം സൂര്യകുമാർ യാദവിനെയും പിന്നാലെ തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും ഒപ്പം കൂട്ടി 196 എന്ന കൂറ്റൻ ടോട്ടൽ പിന്തുടരുന്ന ചെറിയ കാര്യമല്ല. സഞ്ജുവിന്റെ ഒട്ടുമിക്ക ഇന്നിങ്സും അഭിഷേകിന്റെയും ഇഷാന്റെയും അല്ലെങ്കിൽ സൂര്യയുടെയും ഇന്നിങ്സിൽ മുങ്ങിപ്പോകാറുണ്ട്. അല്ലെങ്കിൽ അവർക്കൊപ്പം സ്ട്രൈക്കായി മാറി നിൽക്കുക മാത്രമാകും. എന്നാൽ ഈഡൻ ഗാർഡൻസിൽ സഞ്ജു ആയിരുന്നു ഹീറോ. ഒരു ബാറ്റിംഗ് ഓർഡറെ മുഴുവൻ തോളിലേറ്റിയുള്ള ഇന്നിങ്സ്. ഇന്ത്യയുടെ ചേസിംഗ് മാസ്റ്റർ വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സിന് സമാനമാണ് 50 പന്തിൽ സഞ്ജു നേടിയ 97 റൺസ്. ഈ ഇന്നിങ്സ് എന്തുകൊണ്ട് ഒരു ക്ലാസ് ഇന്നിങ്സ് ആകുന്നു എന്ന ചോദ്യത്തിന് പലതുണ്ട് കാരണം. അനാവശ്യമായ ഒരു ഷോട്ടോ കൂറ്റനടികളോ ഒന്നും ഇവിടെ കാണാനായില്ല. ഈ ഘട്ടത്തിൽ ടീമിന് എന്താണോ ആവശ്യം അത് നൽകുക. ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഇന്നിങ്സ്, കരുത്തും കരുതലും നിറഞ്ഞ ഇന്നിങ്സ്. 12 4-ഉം 4 6-ഉം ഉൾപ്പെടെ 194 പ്രകടനശേഷിയിലാണ് സഞ്ജു കൊൽക്കത്തയിൽ കത്തിക്കയറിയത്. ഇന്ത്യയുടെ വിജയം സെമി ടിക്കറ്റ് ഉറപ്പിച്ച സഞ്ജു റൺചേസിൽ വലിയ റെക്കോർഡുകളും സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ്. T20 ലോകകപ്പിലെ റൺചേസിൽ ഇന്ത്യക്കാരന്റെ ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് മലയാളി താരം സ്വന്തം പേരിലാക്കി. വിരാട് കോഹ്ലിയുടെ പേരിലുണ്ടായിരുന്ന 82 റൺസിന്റെ റെക്കോർഡാണ് സഞ്ജു മറികടന്നത്. T20 ലോകകപ്പിലെ ഇന്ത്യക്കാരന്റെ ഉയർന്ന 2ാമത്തെ സ്കോർ എന്ന റെക്കോർഡും സഞ്ജു സ്വന്തം പേരിലേക്ക് എഴുതി ചേർത്തു. 2010-ൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 100 റൺസ് എടുത്ത സുരേഷ് റെയ്ന മാത്രമാണ് ഇനി സഞ്ജുവിന്റെ മുന്നിലുള്ളത്. T20 ലോകകപ്പിലെ റൺചേസിലെ വിക്കറ്റ് കീപ്പറുടെ ഉയർന്ന സ്കോർ എന്ന റെക്കോർഡും സഞ്ജു സ്വന്തമാക്കി. പുറത്താകാതെ 89 റൺസ് എടുത്ത ടീം സഫർട്ടിന്റെ റെക്കോർഡാണ് സഞ്ജു തിരുത്തിയത്. അങ്ങനെ താൻ ഇതുവരെ കണ്ട സ്വപ്നങ്ങൾ പൂർത്തിയാക്കിയാണ് സഞ്ജു ഈഡൻ ഗാർഡൻ വിട്ടത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.